സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇതിനി ഇവിടെ ഇരുന്ന് മെൽറ്റാകട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിൽ 1/2 ലിറ്റർ പാൽ തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ പാൽ തിളപ്പിക്കാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാലും പഞ്ചസാരയും കൂടെ തിളച്ച് നന്നായി ഒന്ന് കുറുകി വരണം. ഒരു 4-5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി മിൽക്ക് മെയ്ഡും പാലും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വീണ്ടും ഒന്നും കൂടെ കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൈന ഗ്രാസ് ഇവിടെ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാലിലേക്ക് ഒരു സ്ട്രെയിനറിലൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ആപ്പിളാണ്. ഇത് തൊലിയും കുരുവും എല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാം. നന്നായി തണുപ്പിച്ച് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.